വേരോടിതാ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി മുട്ടുന്നു. അങ്ങനെ മുട്ടുന്ന മൗലവിമാരുണ്ടെങ്കിൽ സ്ക്രീനും കൊണ്ട് നടക്കണ്ട. കോഴിക്കോട്ട് ജീവനുള്ള മൗലവിമാരുണ്ടെങ്കിൽ നേരിൽ പറയാൻ തയ്യാറാകണം. നിന്റെ വിഷയം അമ്മഞ്ഞമ്മഞ്ഞം പറയണ്ട. മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഞാൻ തെളിയിക്കും. സുന്നത്ത് ജമാഅത്ത് പിഴച്ചതാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു മൗലവിയുണ്ടോ? അവരെ ജീവനോടെയാക്കാൻ സ്ക്രീനും കൊണ്ട് നടക്കണ്ട കേട്ടോ. അള്ളാഹുവിനോട് വിളിച്ചു നേടുന്നുണ്ട്. അതുപോലെ ഇബ്രാഹിം നബിയും സക്കരിയ നബിയും സന്താനത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടുന്നുണ്ട്. അതുമാത്രമല്ല മറ്റ് പല നബിമാരും സഹാബികളും മറ്റു പല നബിമാരും സത്യവിശ്വാസികളും അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇതുപോലെ ഏതെങ്കിലും 1-3 തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് വിളിച്ചു തേടിയതായി, അതായത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയതായി ഉദ്ധരിക്കാൻ പറ്റുമോ? ഒന്നുകൂടി ഞാൻ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ആദം നബി മുതലായ പല നബിമാരും സത്യവിശ്വാസികളും അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. അതുപോലെ അള്ളാഹു അല്ലാത്തവരോട് വിശുദ്ധ ഖുർആനിൽ നിന്നും ഏതെങ്കിലും ഇത്തരം തെളിവുകൾ ഉദ്ധരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യകർത്താവ്. ആദം നബി തെറ്റ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞത് അത് ഏത് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണ് എന്ന് അറിയണമെന്നുണ്ട്. ഞങ്ങൾ മുസ്ലിമീങ്ങൾ അമ്പിയാക്കൾ തെറ്റ് ചെയ്യാത്തവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് ഏത് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. വ്യക്തമായിട്ടില്ലേ? ഞാൻ ചോദിച്ചല്ല, അള്ളാഹുവിനോട് തേടിയ ഒരു നബിമാരും സത്യവിശ്വാസികളും അള്ളാഹുവിനോട് തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതേപോലുള്ള അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയതായ 1-2 ഉദാഹരണം ഉസ്താദിന് പറയാൻ പറ്റുമോ? ഒരു ചോദ്യമില്ല. അപ്പൊ ആദ്യം പറഞ്ഞ് പിൻവലിച്ചോ? ആദം നബി തെറ്റ് ചെയ്തു തന്നെ പിൻവലിച്ചോ? ഞങ്ങൾക്ക് അത് മനസ്സിലായി. ഞങ്ങൾ മുസ്ലിമിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. തേടുന്നത് സംബന്ധിച്ച തർക്കം ഇവിടെ ഉള്ളത്. അല്ല, അത് ഞാൻ അയാളോട് ചോദിക്കുന്നത്. അല്ല, ഇതേ ചോദ്യം എനിക്കുണ്ട്. ആ ചോദ്യം പറയാ, ഇത് പറഞ്ഞിട്ട് പറയാം. നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പേരാ ഇപ്പൊ പറഞ്ഞ്, നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പേരാ ഇപ്പൊ പറഞ്ഞ്. അതെ, ഉസ്താദിന്റെ ചോദ്യം വ്യക്തമല്ല. ഞാൻ ആദ്യം ഉസ്താദോട് ചോദിച്ചത്, ഉസ്താദ് ചോദിച്ചത് ഞാൻ ആദ്യം എന്താ ചോദ്യം തന്നെ വളരെ വ്യക്തമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ നബിമാരും ഔലിയാക്കന്മാരും ചോദിച്ചതായുണ്ട്. ഇതേപോലെ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച ഒരു ചോദ്യം ഉസ്താദിന് ഉത്തരിക്കാൻ പറ്റുമോ വിശുദ്ധ ഖുർആനിൽ നിന്ന്? നിങ്ങളെ പ്രസ്ഥാനത്തിന് പേരില്ല, ഉണ്ടോ? ഉസ്താദിന് പ്രസ്ഥാനം അറിയണം നിർബന്ധമാണെങ്കിൽ ഞാൻ മുജാഹിദ് പ്രവർത്തകനാണ്. എന്റെ ചോദ്യം ഒന്നും കൂടി ഞാൻ പറയുകയാണ്. ആദം നബി മുതൽ ഇബ്രാഹിം നബി, സക്കരിയ നബി, അയ്യൂബ് നബി തുടങ്ങിയ ഒരുപാട് നബിമാര് അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇതേപോലെ 1-2 ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അള്ളാഹു അല്ലാത്തവരോട് തേടിയതായ ഉദാഹരണങ്ങൾ ഉസ്താദിന് പറയാൻ പറ്റുമെന്ന്. അപ്പൊ ഈ ആദം നബി തെറ്റ് ചെയ്തു എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണോ അല്ല നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണോ? നിർത്തിയോ? അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കാൻ പോയത്. ചോദ്യം ചോദിച്ച ആളെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ചോദ്യം ചോദിക്കാൻ വന്നെ ഉരുട്ടുക. കാരണം എല്ലാരെയും ഞാൻ വലയിലാക്കിയിട്ട് ഇവിടുന്ന് എന്നെ അടിക്കാൻ, ഓരോ മൗലവിമാരെയും എന്റെ വലയിലിട്ടിട്ട് ഇവിടുന്ന് തന്നെ ഞാൻ ഓരോന്നിനും അടിക്കാണ്. അപ്പൊ എല്ലാ മൗലവിമാർക്കും വധുവിന്റെ വാപ്പാക്കുമ്മാക്കെല്ലാം ദുആ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇസ്ലാമിക അടിസ്ഥാനം എന്താണ്? ഒരു കാര്യം പോലെ എന്തിന്റെ അച്ചാരമാവാകുന്നത്? എന്തിന്റെ അച്ചാരമാണെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു പെൺകുട്ടിയെ പുരുഷന് കെട്ടിച്ചു കൊടുക്കുന്നതിന് പുരുഷൻ അങ്ങോട്ട് അച്ചാരം കൊടുക്കുകയാണ്. അത് ഇല്ല എന്ന് ഒരു സമ്പ്രദായം ഉസ്താദ് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്. കാരണം ഞാൻ എന്റെ കൺമുമ്പിൽ ഇങ്ങനെ ഇത് അച്ചാരം ഇപ്പൊ ഇല്ലാത്ത ഒരു ചടങ്ങ് ഈ അടുത്ത കാലത്തൊന്നും ദർശിച്ചിട്ടേ ഇല്ല. ഞാൻ ചോദിച്ചാലേ എനിക്ക് ഞങ്ങളുടെ നാട്ടിലില്ലാത്തൊരു സംഗതിയാവും ചോദിച്ചു പഠിക്കാൻ മണി, പോക്കറ്റ് മണി എന്ന് പറയും. ഈ വരന് വധുവിന്റെ വീട്ടുകാർ കൊടുക്കും. ഞങ്ങളുടെ നാട്ടില് അച്ചാരം എന്ന് പറയുന്നത് ഒരു കച്ചവടം നടന്നാലേ ഞാൻ വിറ്റു ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞൊരു കച്ചവടം നടന്നാലേ 1000 ഉറുപ്പികയ്ക്ക് എടുത്തൊരു സാധനത്തിന് 1000 പൂർണ്ണമായി കൊടുക്കാതെ ആ സമയത്ത് തൽക്കാലം ഒരു സംഖ്യ കൊടുക്കുകയും പിന്നീട് സാധനം കൈമാറുന്ന സമയത്ത് അല്ലെങ്കിൽ അവധി പ്രകാരം ബാക്കി കൊടുക്കുകയും ചെയ്യുമ്പോ ആദ്യം കൊടുക്കുന്ന സംഗതിക്ക് ഞങ്ങളുടെ നാട്ടിൽ അച്ചാരം, അഡ്വാൻസ് എന്നൊക്കെ പറയും. അതാണ് ഞങ്ങളുടെ നാട്ടിൽ അച്ചാരം എന്ന് പറയും. ഇവിടെ അച്ചാരം എന്ന് പറയുന്നത് എന്തിനാണ്?
ഇവിടെ അച്ചാരം എന്ന് ഉപയോഗിക്കപ്പെടുന്നത് സ്ത്രീധനം. ഉസ്താദ് പറഞ്ഞതനുസരിച്ച് സ്ത്രീധനം എന്നുള്ള കച്ചവടം ഉറപ്പിച്ചിട്ട് ആ കച്ചവടത്തിന് വാങ്ങുന്ന അഡ്വാൻസ്, അതാണ് അച്ചാരം. അത് സ്ത്രീയെ പുരുഷന് വിൽക്കണോ? അങ്ങനെയാണ് തോന്നുന്നത്. തോന്നലായാ ശരിയാവും. അല്ല, ഈ ഒരു ആചാരം ഈ നാട്ടിൽ നടക്കുന്നില്ല എന്ന് ഉസ്താദ് കണ്ണടച്ച് ഒരിക്കലും ഇരുട്ടാക്കരുത്. ഇവിടെ നടക്കുന്ന സമ്പ്രദായമാണ്. ഞാൻ ചോദിച്ചത് ഈ അച്ചാരം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ആ വിഷയം പറഞ്ഞാൽ ഞാൻ മറുപടി പറഞ്ഞുതരാം. രാമലെ എനിക്ക് കുറച്ചുകൂടെ അറിയാവുന്നതാണ്. അച്ചാരം എന്ന് പറഞ്ഞാൽ ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എന്ന് ആ കല്യാണം നടത്താമെന്ന് കാരണവന്മാര് കൂടിയിരുന്ന് തീരുമാനിക്കും. ഉദാഹരണത്തിന് മെയ് 30-ാം തീയതി അബൂബക്കർ ആയിഷാനെ നിക്കാഹ് ചെയ്യാൻ പോവാൻ. അല്ല, ആ ഡേറ്റ് തീരുമാനിക്കുന്ന ദിവസമാണ് ഈ അച്ചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം പിന്നെ ഈ ചെറുക്കന്റെ വാപ്പായുടെ ഒക്കെ സാന്നിധ്യത്തിൽ ചെറുക്കന് പെണ്ണിന്റെ വാപ്പായോ പെണ്ണിന്റെ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാളോ ഈ സ്ത്രീധനമാകുന്ന കച്ചവട സമ്പ്രദായത്തിന്റെ മുന്നോടിയായിട്ട് വേണമെങ്കിൽ അതിന് ഉസ്താദ് പറഞ്ഞ അഡ്വാൻസ് എന്നോ മറ്റേ ഇദ്ദേഹം പറഞ്ഞ അച്ചാരം, ആ പദപ്രയോഗം ഈ ഇത് സംഖ്യ കൊടുക്കുന്ന ആ പരിപാടിക്കാണ്. ഇത് ഇസ്ലാമിലില്ലാത്തതാണ്. ഞാൻ അതിനെതിരായിട്ട് വിവാഹം കഴിച്ച ആളാണ്. എനിക്കതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അപ്പം ഈ കൊടുക്കുന്ന തുകയാണ് അച്ചാരം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്തതാണ്. നിങ്ങൾ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനർത്ഥം മനസ്സിലാക്കുന്നത് പെണ്ണിന്റെ പണം അല്ലേ? പെണ്ണിന്റെ പണം എന്ന് പറഞ്ഞൊരു വർക്കും സാധനവും ഒക്കെ പെടാം. അതിൽ സ്വർണം പെടാം, പലതും പെടാം അല്ലെ? സ്ത്രീയുടെ ധനം ഒരു ആള് ഒരു വിവാഹം കഴിക്കുമ്പോൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യം. ഉദാഹരണത്തിന് എന്നോട് ഇവിടുന്ന് ഒരാൾ, തിരുവനന്തപുരത്ത് ഒരാൾ പേരോട് അത്ര മനസ്സിലാണ്, നിങ്ങൾ എന്റെ മകളെ വിവാഹം കഴിക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്ന ദിവസം ഞാനും ഒരു 25 സ്നേഹിതന്മാരും നിങ്ങളെ വീട്ടിൽ വരും. ഞങ്ങൾക്ക് 25 ആളുകൾക്കും ബിരിയാണി തരണം. ഞാൻ പറയാം, ഈ ബിരിയാണി ഹറാമാണോ, സുന്നത്താണോ, കറാഹത്താണോ, ജായിസാണോ? ഇതൊരു തെനാണല്ലോ. 25 ആളെ ബിരിയാണി അതിന് പൈസ ഇല്ലേ? അല്ലെ, ഞാൻ പറഞ്ഞു 250 ആൾക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ വിവാഹം കഴിച്ച് നിങ്ങളെ വീട്ടിൽ വരുന്ന ദിവസം 250 ആൾക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, എനിക്ക് തരണം. എന്നാൽ ഇത് സ്ത്രീധനത്തിൽ പെടുന്നുണ്ടോ ഇല്ലേ? സ്ത്രീയുടെ വാപ്പയോടാണ് ഈ സ്വത്ത് ചോദിക്കുന്നത്. സ്വത്ത് എന്ന് പറഞ്ഞാൽ 250 ആളെ ബിരിയാണി. ഒരു ബിരിയാണിക്ക് 50 റുപ്യ കൂട്ടിക്കോടി. എത്ര റുപ്യ ഉണ്ടാവും? 250 ആളെ ബിരിയാണി എത്ര ഉണ്ടാവും? 1250 റുപ്യ. 1250 റുപ്യന്റെ ഒരു സാധനം ഞാൻ ചോദിക്കുകയാണ് എന്റെ സുഹൃത്തുക്കൾക്ക്. അത് വരച്ചോടാ, എന്നാ 12 ഒരു 0 പോട്ടെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോളി. 12,500 റുപ്യ. 12,500 റുപ്യന്റെ സ്വത്ത് അഥവാ ഭക്ഷണം എന്റെ സ്നേഹിതന്മാർക്ക് തരണം എന്ന് ഞാൻ നിബന്ധന വെക്കുന്നു. ഈ ഭക്ഷണം ഹറാമാണോ, കറാഹത്താണോ, ജായിസാണോ? എന്താ ഉസ്താദേ പറയാ? ജായിസാണെന്ന് ഉസ്താദ് പറയും. ഇനി അല്ലെങ്കിൽ കൂടിയാൽ സുന്നത്ത്. ഇത് സ്ത്രീയുടെ ധനമാണ്. അല്ലാതെ പറയാൻ പറ്റുമോ? സ്ത്രീയുടെ വാപ്പനോടല്ലേ പറഞ്ഞ് നിങ്ങൾ തരണം ഞങ്ങൾക്ക്, ഇത് സ്ത്രീയുടെ ധനം അല്ലാതെ പറയാൻ പറ്റുമോ? സ്ത്രീയുടെ ധനം ആവശ്യപ്പെട്ടത് സ്വന്താവശ്യത്തിന് മാത്രമേ സുഹൃത്തിനടക്കം കൊടുക്കണമെന്നാണ്. സുഹൃത്ത് കെട്ടുന്നില്ല, കെട്ടുന്ന ഇവൻ ഒറ്റ കാര്യത്തിൽ മറ്റുള്ളവർക്കും കൊടുക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ട്. ഇത് എല്ലാ നാട്ടിലും, ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്നുണ്ട്, ഇവിടെ ഒക്കെ അങ്ങനെ ഉണ്ട്. ഇത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർക്ക് ഫത്വ കൊടുക്കാൻ പറ്റുമോ? അവിടെ വ്യക്തി ഫാത്തി ഓതാൻ പറയുമ്പോ ഫാത്തി ഓതാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് അവിടെ ഫാത്തി ഓതാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഹറാമാണെന്നുള്ളതിന് ഞങ്ങൾ തെളിവ് കണ്ടിട്ടില്ല, ഖുർആനിലും കണ്ടിട്ടില്ല, ഹദീസിലും കണ്ടിട്ടില്ല. ഇനി ഒരാളെ ഭക്ഷണവും ചോദിക്കുന്നില്ല. അയാൾ 12,500 ഭക്ഷണം ചോദിക്കുന്നില്ല. അയാൾ ചോദിക്കുന്നത് 500 റുപ്യ എനിക്ക് സ്വന്തം തരണമാണ്. എന്റെ സുഹൃത്തുക്കൾക്ക് ഒരു ബിരിയാണി കൊടുക്കണം, ഞാൻ ഒറ്റയ്ക്ക് വരും. ആരും. അതായത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന മഹത്തായ മഹൽ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരിക്കെ ഇസ്ലാമുമായി കുലബന്ധം പോലുമില്ലാത്ത ഈ സ്ത്രീധന സമ്പ്രദായത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് അതിന് ചില മുടന്ത ന്യായങ്ങൾ ഉന്നയിച്ച് അതിന് പഴുതു കണ്ടെത്താൻ ശ്രമിക്കുക മാത്രമല്ലേ, നേരെ മറിച്ച് പണ്ഡിതധർമ്മം. ഒരു സമൂഹത്തിൽ ഇത്തരം അനാചാരങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ അവരുടെ കടമ നിർവഹിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഒരു സമൂഹത്തിൽ പണ്ഡിതന്മാരും ഭരണകർത്താക്കളും നല്ലവരാകുമ്പോൾ അവരവരുടെ കടമ നിർവഹിക്കപ്പെടുമ്പോൾ ആ സമൂഹം ഉത്തമ സമൂഹമായി മാറുമെന്ന്
സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഈ അനാചാരം നടക്കുമ്പോൾ, അല്ലെങ്കിൽ മോശമായ അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്ത ഈ സംഭവം നടക്കുമ്പോൾ അൽ ഫാത്തിഹ പറയുന്നതിന് പകരം ആദ്യമായി, അല്ലെങ്കിൽ അത് നടന്നതിന് ശേഷം, സുഹൃത്തെ, ഇത്തരം പരിപാടി നിങ്ങൾ നിർത്തിവെക്കുക. ലക്ഷക്കണക്കിന് യുവതികൾ ഇവിടെ നിർധനരായ യുവതികൾ സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നത്. നിങ്ങൾ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക. അദ്ദേഹം അച്ചാരം വാങ്ങാതെയും സ്ത്രീധനം വാങ്ങാതെയും കെട്ടി എന്നൊരു അബദ്ധം പറ്റിപ്പോയി. മറ്റുള്ളവരെ കൊണ്ടും ആ അബദ്ധം ചെയ്യിപ്പിക്കാൻ ഒരുപക്ഷെ ശ്രമിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പണ്ടൊരാൾ മുട്ടയടിച്ചപ്പോ ഇതുപോലായിരുന്നു. ആരോ പറഞ്ഞ് അദ്ദേഹം മുട്ടയടിച്ചപ്പോഴാണ് അതിന്റെ അബദ്ധം മനസ്സിലായത്. പിന്നെ 10 പേരെ കൊണ്ടുകൂടി മുട്ടയടിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം മുട്ടയടിപ്പിച്ചത് അദ്ദേഹത്തിന് സന്തോഷമായി. ഈ സ്ത്രീധനം ഇത്തരത്തിൽ ശരഈയായി വളരെ വിശദമായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് അച്ചാരമായിരുന്നാലും സ്ത്രീധനമായിരുന്നാലും പൊരുത്തപ്പെട്ട് കിട്ടുന്നത് ഹലാലെന്നാണ് വ്യക്തമായി മനസ്സിലാക്കുന്നത്. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു താലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദിന് പറയുന്നത്. അവൻ കാഫിറാണെന്ന് ഹുക്മ് ചെയ്യപ്പെടും. പഠിച്ചോളി, കാഫിറാണെന്ന് ഹുക്മ് ചെയ്യപ്പെടും. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 9ാമത്തെ വാള്യം കിതാബുൽ റിദ്ദത്ത് എടുത്ത് പരിശോധിച്ചോളൂ, കാണാൻ കഴിയും. കണ്ടോളികൾ, ചോദ്യമാണ് റെഡി ചെയ്യുന്ന മറുപടി റെഡി ആയിട്ട് വരൂലേ. സുജൂദ് ചെയ്യലേ ഹറാമാണ്, ഒന്നും കാഫിറാവൊന്നുമില്ല. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു നിൽക്കല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സഖാഫി, ഒരു സഖാഫി ഖാദിയാനിയായി. എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെയും ബഹുമാനിക്കാവുന്നതാണ്. സുജൂദ് ചെയ്യലേ ഹറാമാണ്, ഒന്നും കാഫിറാവൊന്നുമില്ല. തുൽമിയിൽ പറഞ്ഞിട്ടുണ്ട് സുജൂദ് ബഅലിൽ ജഹല, അറിവില്ലാത്തവർ ചിലർ വലിയ മഹാന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യും, അത് ഹറാമാണ്. ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് കളവാണോ? ശിർക്കല്ല കുഫ്റാണ് എന്ന് അലവി സഖാഫി പറഞ്ഞാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വാക്കിതാണ്. അങ്ങനെ ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി പിഴച്ചു എന്ന് വെക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ഇതും ഇല്ല. അങ്ങനെ എത്ര സഖാഫി, ഒരു സഖാഫി കാതേനിയായി. ഇത് അയാളുടെ വാക്ക് അങ്ങനെ തന്നെ ഞാൻ പറയാൻ. അതിന്റെ പശ്ചാത്തലം കൂടി ഞാൻ പറയാം. നിങ്ങളുടെ മൗലവി സക്കരിയ സലാഹി അദ്ദേഹം ഞങ്ങളെ കുറിച്ചൊരു വലിയ കളവ് പറഞ്ഞിരുന്നു. ഇതുപോലെ കളവ് മൗലവിമാരെ മൊത്തം പരിപാടിയുള്ള കളവ് പറയുന്നത്. ആ കളവ് ഞങ്ങൾ പിടിക്കുകയും ചെയ്തിരുന്നു. അവിടുന്ന് അദ്ദേഹം പറഞ്ഞൊരു കളവുണ്ടായിരുന്നു. എന്താ പറഞ്ഞ് 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 ഇപ്പൊ നിങ്ങൾ സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാമെന്ന് വരെ പറഞ്ഞില്ലേ? ചെയ്യാമെന്ന് അങ്ങനെ പറഞ്ഞു, ചെയ്യാമെന്ന് വരെ പറഞ്ഞില്ലേ? ഈ പ്രയോഗം സക്കരിയ സലാഹി നടത്തിയിരുന്നു. അപ്പൊ പേരോട് പറഞ്ഞത് ശരിയാണ്. സുജൂദ് സൃഷ്ടികൾക്ക്, വിഗ്രഹത്തിനോ സൃഷ്ടികൾക്കോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇസ്ലാം നിന്ന് പുറത്തു പോകുമോ? അത് മുശ്രിക്കാവും. ഉസ്താദ് പറഞ്ഞത് പച്ചക്കളവാണ്. ഇടമുട്ടം CD പരിശോധിച്ചാൽ കാണാം. പേരോട് ഉസ്താദ് പറയുന്നത് വിഗ്രഹത്തിന് ഒരാൾ സുജൂദ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൻ തോച്ചു എന്നല്ല പറയുന്നത്. ശിർക്കല്ല എന്ന് ഏത് സഖാഫി പറഞ്ഞാൽ സഖാഫി വേച്ചു എന്നാ. അപ്പൊ ഉസ്താദ് കൂടെ പറഞ്ഞതോ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാമെന്നാരെങ്കിലും പറഞ്ഞാൽ അത് വേച്ചു എന്നാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അല്ല, അത് കളവാണ് നിങ്ങൾ പറഞ്ഞത്. CD പരിശോധിച്ചോളൂ. CD നിങ്ങൾ എന്റെ അടുത്ത് വരെ നമുക്ക് കൂടി പരിശോധിക്കാം. കളവ് പറയാൻ തന്നെ കാരണം ഈ കളവ് വിളിച്ചിട്ട് ഞങ്ങളത് വരുത്തിക്കും. ഞങ്ങൾക്ക് മിക്കവാറും മെമ്പർഷിപ്പ് തരാനുള്ള സൗകര്യം എടുത്തു. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു നിൽക്കല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെയും ബഹുമാനിക്കാവുന്നതാണ്. സുജൂദ് ചെയ്യലേ ഹറാമാണ്, ഒന്നും കാഫിറാവൊന്നുമില്ല. തുൽമിയിൽ പറഞ്ഞിട്ടുണ്ട് സുജൂദ് ബഅലിൽ ജഹല, അറിവില്ലാത്തവർ ചിലർ വലിയ മഹാന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യും, അത് ഹറാമാണ്. ഞാനത് കാര്യം വിശദീകരിച്ചതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ മുമ്പിലുള്ള സമൂഹം ചോദിച്ച ആ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ വെള്ളത്തിൽ വെച്ചത്. എന്നാൽ ഉസ്താദ് കാര്യം ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞത് മൂസാ നബിയുടെ ആണല്ലോ. മൂസാ നബിയുടെ ചരിത്രം ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞല്ലോ. മൂസാ നബിയുടെ വഫാത്തിന് ശേഷം, മൂസാ നബിയുടെ മരണത്തിന് ശേഷം ആ സമൂഹം ഉണ്ടായിരുന്നല്ലോ, അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. മൂസാ നബിയുടെ മരണത്തിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരുടെ സമൂഹം ബനി ഇസ്രായേൽ വർഗം ചോദിച്ച ഒന്ന് പറഞ്ഞു. ഒരു കാര്യം, ഈ ആയത്ത് ദഈഫാണോ? ഇനി ഊതി ആയത്തുണ്ടല്ലോ, അള്ളാന്റെ വഫാത്തിന് ശേഷം ചോദിച്ച വല്ല സ്ഥലത്തുണ്ടോ? അല്ലാഹുവിന്റെ വഫാത്തോ? ആ, നിങ്ങളെ അനുസരിച്ച് അങ്ങനെ വേണ്ടേ? നിങ്ങളെ അങ്ങനെ വരണ്ടേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തൗഖുദുഹു
സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആ ആയത്തിന്റെ